ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 10-75 വർഷം പഴക്കമുള്ള ട്രിവാൻഡ്രത്തെ ചാല ബസാറിലുള്ള റഹ്മാനിയ കേത്തൽസ് ചിക്കനിലാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന ഒരു ലെജൻഡറി സ്പോട്ടാണ്. ഇവിടെ എത്തിയപ്പോ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു നീണ്ട ക്യൂ ആണ്. കാരണം ഇവിടെ വളരെ ലിമിറ്റഡ് സ്പേസ് ആണ്. അപ്പൊ സീറ്റ് കിട്ടുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യല്ലാതെ വേറെ രക്ഷയില്ല. അപ്പൊ ഇതാണ് ഇവരുടെ വർക്കിംഗ് ടൈം. ഇടയ്ക്ക് 1.5 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ മെനു. ഇവിടുത്തെ പ്രധാന ഐറ്റം ഈ 220 രൂപയുടെ ഈ കോംബോ മീലാണ്. ആ കോംബോ മീൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും എക്സ്ട്രാ വാങ്ങിക്കാവുന്നതാണ്. അതായത് ഇപ്പൊ ചപ്പാത്തി ആയാലും ചിക്കൻ ആയാലും അല്ലെങ്കിൽ ഇവരെ നാരങ്ങ വെള്ളം ആയാലും. ഉച്ചയ്ക്കായതുകൊണ്ട് ചപ്പാത്തിക്ക് പകരം നെയ്ച്ചോറും കിട്ടുന്നതാണ്. രാത്രി ചപ്പാത്തി മാത്രമായിരിക്കും. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ചു. അപ്പൊ എത്രയും പെട്ടെന്ന് കൈ കഴുകി അവിടെ ഇരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ വരുന്നത് കൊണ്ട് രാവിലെ ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വയറ് കത്തുന്നുണ്ടായിരുന്നു വിശന്നിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ ഇലയിട്ട് തുടങ്ങാം. ആദ്യം വന്നത് ഇവരുടെ ഉപ്പിലിട്ട നാരങ്ങയാണ്. അതിനുശേഷം ഇവരുടെ ചിക്കൻ ഗ്രേവി വന്നിട്ടുണ്ട്. പിന്നെ 5 ചപ്പാത്തി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ചപ്പാത്തിയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒട്ടും ഓയിലി അല്ല. പിന്നെ വന്നത് അസൽ നാരങ്ങ പിഴിഞ്ഞുണ്ടാക്കിയ ഇവരുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ്. പിന്നെ അവസാനം വന്നതാണ് ഇവരുടെ സ്റ്റാർ ഐറ്റം, ഇവരുടെ കേത്തൽസ് ചിക്കൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ. അത് 8 പീസാണ് കിട്ടുന്നത്. അത് ഇവരുടെ ഒരു ഫുൾ കുഞ്ഞിക്കോഴിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ നമ്മളെ കൂടുതൽ കൊതിപ്പിക്കുന്നത് ആ ചിക്കൻ ഫ്രൈയിലുള്ള പൊടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ചപ്പാത്തി ഒന്ന് പൊട്ടിച്ച് ഇതിലുള്ള ചിക്കൻ വളരെ ടെൻഡർ ചിക്കനാണ്. പക്ഷെ വളരെ കുറച്ച് മാംസം അല്ലെങ്കിൽ ഫ്ലഷ് ആണ് ഇതിൽ കിട്ടുന്നത്. അതും കൂട്ടി ആ പൊടിയും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല കിടിലൻ ചിക്കൻ ഫ്രൈ. അതും അതിലുള്ള പൊടിയും ചപ്പാത്തിയും എല്ലാം കൂടി കൂട്ടിക്കഴിക്കുമ്പോഴുള്ള കോമ്പിനേഷൻ ഒരു രക്ഷയുമില്ല. സംഗതി കുറച്ച് ഫ്ലഷ് ഉള്ളെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അതായത് ഇതിൽ എരിവ് ബാലൻസ് ചെയ്യാൻ വറ്റൽമുളകും പിരിയൻമുളകും കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ മഞ്ഞളും പെരുംജീരകമൊക്കെ മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ചിക്കനിൽ പുരട്ടി അത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇനി നമുക്ക് ലേശം ചപ്പാത്തി എടുത്ത് ഇവരുടെ ഗ്രേവി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇവിടെ ഗ്രേവിക്ക് അത്ര പ്രസക്തി ഇല്ല. ഇവിടുത്തെ താരം ചിക്കൻ ഫ്രൈ തന്നെയാണ്. കുഴപ്പമില്ല, ഒരു നനവ് കിട്ടുന്ന രീതിയിലാണ്. പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ പീസസ് വെച്ച് ഉണ്ടാക്കിയ ഒരു കറിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും നല്ല ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയൊക്കെ കഴിച്ചതിന് ശേഷം ഇവരുടെ നാരങ്ങ വെള്ളം കൂടി ആയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭേഷായി. അതായത് പ്രത്യേകിച്ച് സിറപ്പോ എസൻസോ ഒന്നും ഇല്ലാത്ത നല്ല നാടൻ നാരങ്ങ വെള്ളം. നമ്മുടെ കൂടെ ഇരുന്ന ആൾക്ക് ചപ്പാത്തി വേണ്ടാത്തത് കൊണ്ട് നെയ്ച്ചോറാണ് കഴിച്ചത്. അപ്പൊ അതിന്റെ കൂടെ പപ്പടവും കച്ചമ്പർ സർലാസ് അല്ലെങ്കിൽ റൈത്തയും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ടേസ്റ്റിയും അതേപോലെ ഇത്ര കുറച്ച് മാംസമുള്ള ചിക്കൻ ആയതുകൊണ്ട് 8 പീസിലൊന്നും ഒതുങ്ങിയില്ല. വീണ്ടും ഒരു 8 പീസ് വാങ്ങി കഴിച്ചു. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. ഇനി നിങ്ങൾക്ക് ചിക്കൻ ലിവർ ഇഷ്ടമാണെങ്കിൽ അതും വാങ്ങിക്കാം. സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും എന്ന് മാത്രം. അങ്ങനെ അവസാനം രണ്ടാമതൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ച് നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ പവനാഴി ശവമായി, എല്ലുകൾ മാത്രം ബാക്കിയായി. അപ്പൊ നല്ല കുശാലായ ഭക്ഷണമായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും അവനവൻ കഴിച്ച ഇല എടുത്ത് വേസ്റ്റിൽ കളയേണ്ടതാണ്. ഇവർക്ക് ഇത് കൂടാതെ കൊല്ലത്തൊരെണ്ണം, കോഴിക്കോട് ഒരെണ്ണം, പിന്നെ കൊച്ചിയിൽ ഒരെണ്ണം, അങ്ങനെ 3 ബ്രാഞ്ചസ് ആണ് വരുന്നത്. പക്ഷെ 3 സ്ഥലത്തും ഇവിടെ കഴിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല എന്നാണ് എല്ലാരും പറയാറ്. അപ്പോ ഒറിജിനൽ ടേസ്റ്റ് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അതായത് സാക്ഷാൽ ചാല ബസാറിലുള്ള ഈ ഒരു സ്പോട്ടിലേക്ക്. ഇവർക്ക് ഡൈനിങ് ഓപ്ഷൻ അല്ലാണ്ട് ടേക്ക് അവേ ഓപ്ഷനും ഉണ്ട്. അപ്പൊ അവിടെ 7 ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. 8ഉം 12ഉം 16 പീസ് ചിക്കൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് റൂമുകളൊന്നും ഇല്ല. ഈ കാണുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടത്തെ കുറിച്ച് പറഞ്ഞത് വെറുതെ അല്ല. ഇവിടെ ഈ റൈറ്റപ്പ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എത്ര ലെജൻഡറി ആൻഡ് ഫേമസ് സ്പോട്ടാണെന്ന്. BBC ട്രാവൽ ഇവരുടെ ഹിസ്റ്ററി അടക്കം എല്ലാ കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രിവാൻഡ്രത്തെ ഈ KFC അതായത് കേത്തൽസ് ഫ്രൈഡ് ചിക്കൻ ഇവിടെ തന്നെ വന്ന് കഴിക്കാൻ ശ്രമിക്കുക. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. അത് ദൂരെ പാർക്ക് ചെയ്ത് നടന്നു വരേണ്ടി വരും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.